ഹലോ ഗൈസ്, അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അതെന്ന് വെച്ചാൽ ഹത്തേ പോയി ലൈസൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഹത്തേലാണ്. അപ്പം അതിൻ്റെ കാര്യത്തിന് പോയപ്പം പനി പിടിച്ച് കിടന്നു. അങ്ങനെയെല്ലാം കൊണ്ടാണ് ഇതിപ്പം നമുക്ക് തന്ന അക്കോമഡേഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഏരിയയിലാണ് നമുക്ക് അക്കോമഡേഷൻ തന്നത്. അതായത് EDA നിന്ന് നേരെ ഇവിടത്തേക്കാണ് അക്കോമഡേഷൻ തരിക. അക്കോമഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഹത്തേയിലേക്കാണ് പോകേണ്ടത് ലൈസൻസ് എടുക്കാൻ. അപ്പോൾ ഹത്തേയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അവിടുത്തെ കുറേ വണ്ടിയുടെ ഒന്നും പറയണ്ട. പിന്നെ ഒന്നുമില്ല, ലൈസൻസ് ഒരു മാക്സിമം 10 to 15 days കൊണ്ട് നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ലൈസൻസിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കൊരു, അതായത് നമ്മൾ ഓൾറെഡി RTA തിയറി ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ ഉണ്ടാവും ഒരു, അതായത് നമ്മളെ ഇന്ത്യൻ ലൈസൻസ് ഒരു 10 years ഉള്ളിൽ ആണെങ്കിൽ നിങ്ങൾക്കൊരു 40 അല്ല 20 hours ക്ലാസ് ഉണ്ടാവും. 20 hours ക്ലാസ് ഉണ്ടാവും. അപ്പം ഒരു 1 day കൊണ്ട് ക്ലാസ് 10 കഴിയും. അതായത് 3 സെറ്റായിട്ടാണ് ഉണ്ടാവുക. ആ 3 സെറ്റ് 1 day കൊണ്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ടാവും, റോഡിൻ്റെ കാര്യങ്ങൾ. ആ റോഡിൻ്റെ അസസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റോഡ് അസസ്മെൻറ്റ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് പാർക്കിങ്ങിലേക്കാണ്. അതായത് പാരലൽ പാർക്കിങ് യാർഡിലേക്ക്. അപ്പോൾ യാർഡിലെ അസസ്മെൻറ്റും കൂടിയും പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വരുന്നത്, യാർഡിലെ അസസ്മെൻറ്റ് പാസ്സായി കഴിഞ്ഞാൽ യാർഡിൻ്റെ RTA ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലാസ് ഉണ്ടാവും. ഒരു 100 kilometer സ്പീഡിൽ പോകേണ്ടത്. ആ ക്ലാസ്സും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു RTA ടെസ്റ്റും കാര്യങ്ങൾ വരിക. ഓക്കെ, അപ്പം ഇത് റൂമിൻ്റെ നേരെ പുറത്തുള്ളതാണ്. ഓൾഡ് ഹത്തിയും ന്യൂ ഹത്തിയും ഉണ്ട്. അപ്പം മാക്സിമം ന്യൂ ഹത്തയിലേക്ക് തന്നെ വരാൻ നോക്കുക. ഇവിടെ ബാത്റൂം കുറവാണ്. ഇത് കണ്ടോ, പാരീസ്, മുംബൈ അതെല്ലാം കാണിക്കുന്നത്. അപ്പം മാക്സിമം ന്യൂ ഹത്തയിൽ തന്നെ വരാൻ നോക്കുക. ബാത്റൂം കുറവാണ്, ബട്ട് ബെറ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻസ് വേണമെങ്കിലും ആ കാര്യങ്ങൾക്കെല്ലാം ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം ഈ ഫുഡ് കഴിക്കാൻ പോകുന്ന ഇതാണ്. പിന്നെ ഈ വരുന്ന കൂട്ടരോട്, ക്യാബിലേക്ക് വരുന്ന കൂട്ടരോട് പറയുന്നത് വെച്ചാൽ, ഈ ക്യാബിലേക്ക് മാത്രമല്ല, ഈ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഫീൽഡിലേക്ക് വരുന്ന കൂട്ടർ അത്രക്കും എക്സാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും കുറേ ടെസ്റ്റ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും നോക്കിയും കണ്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കോൺടാക്റ്റും കാര്യങ്ങളും വേണ്ടിക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വേണ്ടിക്ക് വാട്സപ്പ് ചെയ്ത് തരാം, ഡീറ്റെയിൽസും കാര്യങ്ങളും തരാം. ഇതെല്ലാം ഹത്തേൻ്റെ അടുത്തുള്ള ഒരു